ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2019 ഫസ്റ്റ് ടേം ഇവാലുവേഷൻ അഥവാ നമ്മളുടെ പാദവാർഷിക മൂല്യനിർണ്ണയം, നമ്മളുടെ ഓണപ്പരീക്ഷയ്ക്ക് 2019 നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് എന്ന് പറയുന്ന അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓണപ്പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് 2019 ഓണപ്പരീക്ഷയ്ക്ക് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന് എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളതും നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം, A, B, C, D are the points on the circle with center O and angle D equal to 40 degree. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് A, B, C, D എന്നിവ. ആംഗിൾ D ഈക്വൽ ടു 40 ഡിഗ്രി ആണ്, 40 ഡിഗ്രിയാണ്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ആംഗിൾ AOC. ആംഗിൾ AOCയുടെ അളവ് എത്ര? രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ആംഗിൾ ABC. ആംഗിൾ ABCയുടെ അളവ് എത്ര? 2019 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണിത്. നമ്മളുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിളിലെ 2 പോയിന്റുകൾ AC എന്ന് പറയുന്ന 2 പോയിന്റാണ് ഇവിടെ ഉള്ളത്. അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഈ 2 പോയിന്റിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ സർക്കിളിൽ 40 ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ എന്തായിരിക്കും? അതിൻ്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ ആംഗിൾ AOC എത്രയായിരിക്കും? 40ൻ്റെ ഇരട്ടി 80 വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർക്കിളിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന മൂലകളിലെ കോണുകൾ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെയും കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. ഈ ലൈന് സർക്കിളിനെ 2 ആയിട്ട് ഭാഗിക്കും. അപ്പോൾ 2 ഭാഗത്തെയും കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇവിടെ 40 ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാകും? 140 ഉണ്ടാകും. അപ്പോഴല്ലേ 180 വരിക. അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നത് 140 ഡിഗ്രി. ഓക്കെ, then രണ്ടാമത്തെ ചോദ്യം, സർക്കം റേഡിയസ് ഓഫ് എ ട്രയാംഗിൾ is 3 cm and 2 of the angles are 80 degree and 50 degree. Draw the triangle. ഒരു ത്രികോണത്തിന്റെ മൂലകൾ 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അതിൻ്റെ 2 കോണുകളുടെ അളവുകൾ 80 ഡിഗ്രിയും 50 ഡിഗ്രിയുമാണ്. ത്രികോണം വരക്കുക. ഓക്കെ, അപ്പോൾ വരയ്ക്കാനുള്ള ചോദ്യമാണ് ഇതൊക്കെ. നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് നമ്മൾ ഇനി 2022, 2023 ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. വരയ്ക്കാനുള്ളത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സർക്കം റേഡിയസ് തന്നിട്ടുണ്ട്, അഥവാ പരിവൃത്ത ആരം. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ പരിവൃത്ത ആരം എന്ന് പറഞ്ഞുകൊണ്ടല്ല തന്നിക്കണ്. ഒരു ത്രികോണത്തിന്റെ മൂലകൾ 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ത്രികോണം എവിടെയാണ്? വൃത്തത്തിലാണ്. അങ്ങനെയാണ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പരിവൃത്ത ആരം തന്നിട്ടില്ല. 2 രീതിയിലും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഒരു ത്രികോണത്തിന്റെ മൂലകൾ 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലെ ബിന്ദുക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രികോണം എവിടെയാണ് കിടക്കുന്നത്? സർക്കിളിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തമുണ്ട്, 2 കോണുകൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ? തന്നിട്ടുള്ള കോണുകളുടെ ഇരട്ടി എടുത്തിട്ടാണ് നമ്മൾ വരക്കുന്നത്, അല്ലെ? അപ്പം നമുക്കിതൊന്ന് വരച്ചു നോക്കാം എങ്ങനെയാണ് വരുന്നത്. സർക്കം റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതേപോലെ 2 കോണുകളാണ്, ഒന്ന് 80ഉം ഒന്ന് 50ഉം. ഇതിൻ്റെ 2ൻ്റെയും ഇരട്ടി എടുത്തുകൊണ്ടാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മൾ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് വരക്കുന്ന രീതികൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്കെയിൽ വെച്ച് നമ്മൾ കോമ്പസ് എടുത്തുകൊണ്ട് സർക്കം റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 3 സെന്റിമീറ്റർ. അപ്പോൾ കോമ്പസിൽ ഒരു 3 സെന്റിമീറ്റർ എടുക്കുക. ഇനി കോമ്പസിൽ ആ 3 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ സർക്കിൾ വരച്ചു. അപ്പോൾ നമ്മളുടെ സർക്കിളായിട്ടോ, നമ്മളുടെ സർക്കിളായി. ഇനി നമ്മൾ ഒരു റേഡിയസ്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു റേഡിയസ് വരക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു റേഡിയസ് വരക്കാം. ഞാനൊരു റേഡിയസ് വരക്കാൻ പോവാണ്.
ഓക്കെ, ഒരു ലൈൻ എടുത്തു, നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് കറക്റ്റ് എന്ത് ചെയ്യുക, വരക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു റേഡിയസ് വരക്കുക, കറക്റ്റ് ഒരു റേഡിയസ് വരച്ചു. ഇനി 80 ഡിഗ്രി 50 ഡിഗ്രി എന്നിങ്ങനെ രണ്ട് കോണുകളാണ് നമുക്കുള്ളത്. ആ കോണുകളുടെ ഇരട്ടി വരക്കണം നമ്മൾ. 80ൻ്റെ ഇരട്ടി എത്രയാണ്? 160 ആണ്. ഓക്കെ, 80ൻ്റെ ഇരട്ടി എത്രയാണ്? 160 ആണ്. അതേപോലെ 50ൻ്റെ ഇരട്ടി എത്രയാണ്? 100 ആണ്. ഓക്കെ, ഞാൻ ആ പ്രൊട്രാക്ടർ ഒന്ന് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ആംഗിൾ അളക്കാം. ഓക്കെ, കറക്റ്റ് നമ്മൾ സെൻറ്ററിൽ അതിൻ്റെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കൊടുന്ന് വെച്ചു. ഇനി ആംഗിൾ എങ്ങോട്ടാ, ലൈൻ എങ്ങോട്ടാ പോകണമെന്ന് നോക്കട്ടെ. രണ്ട് ഭാഗത്തും 0 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ഭാഗത്തേക്കാണോ ലൈൻ പോകുന്നത്, ഇവിടെ വലത് ഭാഗത്തേക്കാണ് ലൈൻ പോകുന്നത് അല്ലേ, അപ്പോൾ ആ 0 നിന്ന് തുടങ്ങണം. എന്നിട്ട് 80ൻ്റെ ഇരട്ടിയായ 160 അവിടെ മാർക്ക് ചെയ്തു. ഇവിടുന്ന് എപ്പോഴാണ് തുടങ്ങുക? ഇത് ലൈൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് തുടങ്ങുക കേട്ടോ. 160ൻ്റെ ലൈൻ ഞാൻ വരച്ചു, സർക്കിൾ വരെ വരച്ചു കേട്ടോ. നിങ്ങൾക്ക് കോമ്പസിൻ്റെ മേലെ കൂടെ വരക്കാൻ പറ്റില്ല, ഞാൻ സിസ്റ്റത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രാക്ടർ അവിടുന്ന് മാറ്റിയതിന് ശേഷം സ്കെയിൽ വെച്ചാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് വരക്കുക. എന്നിട്ട് ആ രണ്ടാമത്തെ ലൈനിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫസ്റ്റത്തെ ലൈനിൽ താഴത്തേക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ വരക്കാം കേട്ടോ. ഞാൻ ആ രണ്ടാമത്തെ ലൈനിലാണ് അടുത്ത 50 ഡിഗ്രിയുടെ ഇരട്ടിയായ 100 ഡിഗ്രി ഞാൻ എടുക്കുന്നത്. ഇവിടെയും ലൈൻ പോകുന്നത് ഈ ഭാഗത്തേക്കാണ്, അപ്പോൾ അവിടെ 0 നിന്ന് തുടങ്ങി 100ൽ അടയാളപ്പെടുത്തി. അവിടെയും ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ 160ഉം ഇവിടെ 100ഉം ഞാൻ വരച്ചു. ഇനി ഈ 3 പോയിന്റുകൾ ഒന്ന് ജോയിൻ ചെയ്യാം, അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ. ഇനി ഇവിടെ നമ്മൾ വരച്ചത് 160ആണ്. ഓക്കെ, ആ 160ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മളുടെ 80 വരിക. ഇനി ഇവിടെയാണ് നമ്മൾ 100 വരച്ചത്, ആ 100ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് നമുക്ക് 50 കിട്ടുക. ഇതാണ് നമ്മളുടെ ത്രികോണം. ഓക്കെ ആണല്ലോ. ദെൻ മൂന്നാമത്തെ ചോദ്യം, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, ബി സി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. എ ബി സി ആംഗിൾ ബി എന്നുണ്ട് കേട്ടോ. ആംഗിൾ ബി എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, സോറി. ആംഗിൾ ബി എന്നുണ്ട്, മലയാളം ക്വസ്റ്റ്യനിൽ ആംഗിൾ ബി എന്നുണ്ട് കേട്ടോ. ഓക്കെ, ആംഗിൾ ബി. എ ബി സി എന്ന ത്രികോണത്തിൽ എ ബി 3 സെൻറ്റിമീറ്റർ, ബി സി 4 സെൻറ്റിമീറ്റർ, ആംഗിൾ ബി 90 ഡിഗ്രി. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് വേർട്ടെക്സ് ബി ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ. എ സി വ്യാസമായ ഒരു വൃത്തം വരച്ചാൽ എ ബി എന്ന മൂലയുടെ സ്ഥാനം എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആണോ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ, ഓൺ ദ സർക്കിൾ ആണോ? അതേപോലെ തന്നെ ഫൈൻഡ് ദ സർക്കം റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ത്രികോണം എ ബി സിയുടെ പരിവൃത്ത ആരം. ഒരു 3 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് 2019. ശ്രദ്ധിക്കുക, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഞാനിവിടെ വരച്ചു. നമുക്ക് രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്. എ ബി 3 സെൻറ്റിമീറ്റർ ആണ്, ബി സി 4 സെൻറ്റിമീറ്റർ ആണ്, ആംഗിൾ ബി 90 ഡിഗ്രി ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രകാരമുള്ള ഒരു ട്രയാങ്കിൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് വേർട്ടെക്സ് ബി. ബിയുടെ സ്ഥാനം കാണണം. ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ, എ സി വ്യാസമായിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എ സി. അപ്പോൾ എ സി വ്യാസമായിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബി എവിടെയായിരിക്കും? ബി എത്രയാ ആംഗിൾ? ബി 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി വരികയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് വരിക? ഇൻസൈഡ് ദ സർക്കിൾ ആണോ, അഥവാ വൃത്തത്തിനുള്ളിലാണോ, അതോ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ, വൃത്തത്തിന് പുറത്താണോ, അതോ ഓൺ ദ സർക്കിൾ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 90 ഡിഗ്രി ഡയമീറ്ററിന്റെ രണ്ടറ്റത്തുനിന്ന് പോകുന്ന കോണുകൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഓൺ ദ സർക്കിൾ ആയിരിക്കും. 90ൽ കൂടുതലാണെങ്കിൽ അത് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. 90ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്സൈഡ് 90ൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും, പുറത്തായിരിക്കും. 90 ആണെന്നുണ്ടെങ്കിൽ വൃത്തത്തിൽ, 90ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അകത്തായിരിക്കും, 90ൽ കുറവാണെന്നുണ്ടെങ്കിൽ പുറത്തായിരിക്കും. അപ്പോൾ ഇവിടെ 90 അല്ലേ, അപ്പോൾ എവിടെയാണ് വരിക? ഓൺ ദ സർക്കിൾ, വൃത്തത്തിലായിരിക്കും. എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും, ഓൺ ദ സർക്കിൾ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സർക്കം റേഡിയസ്. എ സി അല്ലേ മക്കളെ വ്യാസം? എ സി അല്ലേ വ്യാസം? എ സി വ്യാസമാണെങ്കിൽ എ സിയുടെ പകുതി അല്ലേ റേഡിയസ് വരിക? അല്ലെ, എ സിയുടെ പകുതിയല്ലേ റേഡിയസ് വരിക? അപ്പോൾ ആദ്യം നമ്മൾ എ സി കാണണം. പൈതഗോറസ് തിയറം പ്രകാരം നമ്മൾ എ സി കാണണം. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 9 പ്ലസ് 16 25. അതിൻ്റെ റൂട്ട് എടുക്കണം. പൈതഗോറസ് പ്രകാരം അതിൻ്റെ റൂട്ട് എടുക്കണം. 25ൻ്റെ റൂട്ട് നമുക്ക് 5 കിട്ടും. അപ്പോൾ എ സിയുടെ നീളം എവിടെ? പേന എവിടെ? എ സി 5 ആണ് മക്കളെ. എ സി 5 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എത്രയായിരിക്കും? 2.5 ആയിരിക്കും. 5ൻ്റെ പകുതി 2.5 ആയിരിക്കും. ഓക്കെ ആണോ? 5ൻ്റെ പകുതി 2.5
5 ആയിരിക്കും. 5ന്റെ പകുതി 2.5 ആയിരിക്കും. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ AEC 50 ഡിഗ്രി, ആംഗിൾ ABC 130, ആംഗിൾ D 50. ചിത്രത്തിൽ ആംഗിൾ AEC 50 ഡിഗ്രിയാണ്, ABC 130 ഡിഗ്രിയാണ്, ആംഗിൾ D 50 ഡിഗ്രിയാണ്. ചിത്രം തന്നിട്ടുണ്ട്, ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം, AEB പ്ലസ് ECB, EAB പ്ലസ് ECB. എവിടെ മക്കളെ EAB? ഇതാ ഞാൻ ഈ ചിത്രത്തിലൊന്ന് അടയാളപ്പെടുത്താൻ പോട്ടെ പേന. EAB ഇതാ ഈ ആംഗിൾ EAB. ഇനി ECB യുടെ ദാ ECB ഇതാ മക്കളെ ഈ ആംഗിൾ. ഓക്കെ, EABയും ECBയും മക്കൾ എവിടെ ശ്രദ്ധിച്ചേ? ABCE എന്ന് പറയുന്നത് ഒരു ചതുർഭുജം അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? ABC പേര് നോക്കുക, ABCE എന്ന് പറയുന്നത് ഒരു ചതുർഭുജം അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ മക്കളെ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടുക? 360 കിട്ടുക. അതിൽ 2 കോണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ബിയും ഒന്ന് ഇയും. എത്രയാ? 130 50. അപ്പൊ എത്രയായി? 180 ആയില്ലേ മക്കളെ? അപ്പൊ എയും സിയും കൂട്ടി കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ട്? 180. കാരണം 360 180 പോയാൽ ബാക്കി എത്രയാണ്? 180. അപ്പോൾ EAB പ്ലസ് ECB എത്രയാ? 180. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരേണ്ടതാണ് കേട്ടോ. നോക്കുക, ABCE അതൊരു 4 വശമുള്ള രൂപമാണല്ലോ. 4 വശമുള്ള രൂപം അഥവാ ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ അതിൻ്റെ കോണുകളുടെ തുക 360 ആണ്. അതിൽ ഒരു 50ഉം ഒരു 130ഉം തന്നിട്ടുണ്ട്. ഒരു 50ഉം ഒരു 130ഉം തന്നിട്ടുണ്ട്. അപ്പം 180 ആയി. 360 നിന്ന് 180 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകും? 180. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത തെളിയിക്കാൻ എന്താ? പ്രൂവ് ദാറ്റ് പെൻഡഗൺ ABCDE, പെൻഡഗൺ ABCDE ദാ ഈ ABCDE എന്ന് പറയുന്ന ഇത് ഒരു ചക്രീയമാണെന്ന് സമർത്ഥിക്കണം. ഒരു സൈക്ലിക് അഥവാ ഈ 4 പോയിന്റ് കൂടെയും സർക്കിൾ പാസ് ചെയ്യുന്നുള്ളത് തെളിയിക്കണം. ഓക്കെ, എങ്ങനെയാ മക്കളെ തെളിയിക്കുക? നോക്കിയേ, നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ 50ഉം 30ഉം കൂട്ടിയാൽ എത്രയാ? 180. ഇവിടെ എയും സിയും കൂട്ടിയാൽ എത്രയാ? 180. അത് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ദാ ഈ സാധനം ABCE എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അഥവാ ഈ ABCEയുടെ 4 മൂലയിൽ കൂടെ നമുക്കൊരു സർക്കിൾ വരക്കാൻ പറ്റും. അങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് ഡിയിലൂടെയും കടന്നു പോകും. കാരണം എന്താ? നോക്കിയാ, 50ഉം 50ഉം ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളല്ലേ? കാരണം രണ്ടും പോയിക്കണത് എ എന്നും സി എന്നാണ്. നോക്കിയാ, എ എന്ന് പോയി ഇയിലോട്ട് പിന്നെ സിയിലോട്ട്, എ എന്ന് പോയി ഡിയിലോട്ട് പിന്നെ സിയിലോട്ട്. അല്ലെങ്കിൽ നോക്കിയാ, ABCD എന്ന് നോക്കുമ്പോഴും അതും എന്താണ്? ഒരു ചക്രീയമാണ് അല്ലെ? ABCD നോക്കുമ്പോഴും അതും ഒരു ചക്രീയമാണ്. ആണോ? എതിർക്കോണുകൾ കൂട്ടിയപ്പോൾ 180 കിട്ടിയില്ല. നോക്കിയാ, 50ഉം 130ഉം അല്ലേ? അപ്പോൾ 3 മൂലകൾ കോമൺ ആണ്. അപ്പൊ പിന്നെ 4ാമത്തെ മൂലയും കോമൺ ആകൂലേ? Okay, the quadrilateral ABCD and ABCE are cyclic. Therefore, if we draw a circumcircle, ഞാൻ രണ്ടാമത് പറഞ്ഞു കേട്ടോ, ABCDയും ABCEയും എന്താണ്? സൈക്ലിക് ആണ്. Therefore, for any one of the quadrilateral, it will also passes through the fourth vertex of another quadrilateral. നമ്മൾ ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററലിന് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ അത് മറ്റേ ക്വാഡ്രിലാറ്ററലിൻ്റെയും 4ാമത്തെ മൂലയിലൂടെ കടന്നു പോകും. ബിക്കോസ് ബോത്ത് ക്വാഡ്രിലാറ്ററൽസ് ഹാവ് 3 കോമൺ വേർട്ടിസസ്. കാരണം 2 ക്വാഡ്രിലാറ്ററലിനും 3 കോമൺ വേർട്ടിസസ് ഉണ്ട്. ഓക്കെ, സോ പെൻഡഗൺ ABCD സൈക്ലിക്. ചതുർഭുജം ABCDയും ABCEയും ചക്രീയമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചതുർഭുജത്തിന് പരിവൃത്തം വരച്ചാൽ മറ്റേ ചതുർഭുജത്തിന്റെ 4ാമത്തെ മൂലയിലൂടെയും കടന്നുപോകും. കാരണം 2 ചതുർഭുജങ്ങൾക്കും 3 മൂലകൾ തുല്യമാണ്. അതുകൊണ്ട് പഞ്ചഭുജം ABCDE ഒരു ചക്രീയമാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യം, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 5 cm ആൻഡ് 3 cm. ഡ്രോ എ സ്ക്വയർ വിത്ത് ദ സെയിം ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. വശങ്ങളുടെ അളവുകൾ 5 cm 3 cm ആയ ഒരു ചതുരം വരക്കുക. ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരക്കുക. അപ്പോൾ ഒരു ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം എങ്ങനെ വരക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ, വരക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചതുരം വരക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ലെങ്ത്തുകൾ എടുത്താൽ നമ്മൾ ചതുരം വരക്കുകയാണ്. 5 cm നീളം,
കുറച്ച് സെൻറ്ററിലോട്ട് വെച്ച് വരക്കാം നമുക്ക്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് 5 സെൻറ്റിമീറ്റർ വേണം. ഓക്കെ, പേന എടുത്തുകൊണ്ട് നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ബ്രെഡ്ത്ത് വേണം നമുക്ക്. അത് നമുക്ക് കറക്റ്റ് 90 ഡിഗ്രി ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്കെയിൽ വെച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0 സെൻറ്റിമീറ്ററിൻ്റെ ആ ലൈന് കണ്ടോ, ആ ലൈന് കറക്റ്റ് ആ ലൈനുമ്മ മുഴുവനായിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. ഇല്ലെങ്കിൽ 90 ഡിഗ്രി ആവില്ല കേട്ടോ. നമ്മൾ 3 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു ലൈന് വരച്ചു. ഓക്കെ, ഇപ്പുറത്തും ഞാൻ അതേപോലെ 3 സെൻറ്റിമീറ്ററിൽ വരക്കുകയാണ്. കറക്റ്റ് ആ ലൈനുമ്മ വെച്ച് തന്നെ വരക്കണം കേട്ടോ. നിങ്ങൾ സ്കെയിൽ തിരിച്ച് വെച്ചിട്ട് വരക്കുക. സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഞാൻ നീക്കിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത് കേട്ടോ. 3 സെൻറ്റിമീറ്റർ അടുത്ത് വരച്ചു. ഇനി നമുക്ക് മറ്റേ 2 അറ്റങ്ങൾ അങ്ങോട്ട് യോജിപ്പിക്കാം. 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അത്. കാണാം, കറക്റ്റ് 5 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് നിങ്ങൾ സ്കെയിൽ എടുത്ത് വരക്കുക. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഉള്ള ഒരു ചതുരം നമ്മൾ വരച്ചു. ഇനി ഇതിന് പരപ്പളവുള്ള സമചതുരം വരക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ 3 സെൻറ്റിമീറ്റർ ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ അങ്ങോട്ട് നീട്ടി വരക്കണം. അഥവാ വീതി ഈ 5ൻ്റെ കൂടെ അങ്ങോട്ട് നീട്ടി വരക്കും. അപ്പോൾ 0 നിന്ന് തന്നെ തുടങ്ങുക, എന്നിട്ട് നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെച്ച് വരക്കണം. അപ്പോഴേ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടുള്ളൂ. ഒരു 3 കൂടി ആയിക്കാണ് കൂട്ടുക. അപ്പോൾ ടോട്ടൽ എത്ര വരും? 8 സെൻറ്റിമീറ്ററിലോട്ട് വരക്കുക. 5 വരച്ചു, വീതി 3 ആണല്ലോ, ആ 3 കൂടി അതിലേക്ക് കൂട്ടിയിട്ട് 8 വരെ വരക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ ഈ 5ഉം 3ഉം 8 നമ്മൾ വരച്ചില്ലേ, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. ഈ അറ്റത്ത് നമ്മൾ വരച്ചിട്ട് പകുതിയിൽ കൂടുതൽ നമ്മൾ എടുക്കണം. എത്ര? പകുതിയിൽ കൂടുതൽ നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതാ ഈ 5 വരെ എടുത്താലും മതി. കാരണം 5ഉം 3ഉം 8, 8ൻ്റെ പകുതിയിൽ കൂടുതലില്ലേ 5. അപ്പോൾ ഈ 5 നമ്മൾ കോമ്പസിൽ എടുത്താലും മതി. മനസ്സിലായോ? കാരണം 5ഉം 3ഉം 8ആണ്, 8ൻ്റെ പകുതി 4 അല്ലേ, 5 പകുതിയിൽ കൂടുതലില്ലേ. എന്നിട്ട് മുകളിലും താഴെയും ഓരോ ആർക്കുകൾ വരക്കുക. ഓക്കെ, മുകളിൽ ഞാനൊരു ആർക്ക് വരച്ചു, ഇവിടെ താഴെയും ഞാനൊരു ആർക്ക് വരച്ചു. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് കേട്ടോ. ഓക്കെ, ഇനി ദാ ഇവിടെ ഈ അറ്റത്ത് കൊടുന്ന് വെക്കണം. ഓക്കെ, ഇവിടെ അല്ല, ഈ 8ൻ്റെ ഈ അറ്റത്ത് കൊടുത്തിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ. വരക്കുക. ഓക്കെ, കൂട്ടിമുട്ടുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഇതാവണ്ട. നമുക്ക് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഒന്നും കൂടി വരച്ച് കൂട്ടിമുട്ടിച്ചാൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ. കോമ്പസ് മാറ്റാതെ, കോമ്പസ് ഞാനിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് സിസ്റ്റം ആയതുകൊണ്ട്. നിങ്ങൾ കോമ്പസിലെ മെഷർമെൻറ്റ് മാറാതെ വരക്കണം കേട്ടോ. കോമ്പസിലെ മെഷർമെൻറ്റ് മാറാതെ വരക്കണേ. ഞാനത് കൂട്ടിമുട്ടിക്കാനും വേണ്ടിയിട്ട് ഇപ്പുറത്തൊന്നും കൂടി വരച്ചിട്ട് കൂട്ടിമുട്ടിച്ചു. ഇനി ഈ കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ആ കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കുത്തുന്ന ആ പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത് മെഷർ ചെയ്യുക. ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത് മെഷർ ചെയ്യുക. കോമ്പസിൻ്റെ ലോക്ക് മൂവ് ചെയ്തിട്ട് നമ്മൾ ആ മെഷർമെൻറ്റ് ഓക്കെ ആ ലെങ്ത് എടുത്തു. എന്നിട്ട് ഒരു സെമി സർക്കിൾ മുകളിലേക്കൊരു അർദ്ധവൃത്തം വരയ്ക്കുക. ഫുള്ള് വരക്കണം എന്നില്ല, അർദ്ധം വരച്ചാൽ മതി. ഓക്കെ, പാതി വരച്ചാൽ മതി, സെമി സർക്കിൾ വരച്ചാൽ മതി. ഇനി ഇതാ ഈ 5 പറയുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ നേരെ മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഈ സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കും. അതാ വരക്കണുണ്ട് കേട്ടോ. കാണാം, അവിടുന്ന് നേരെ നമ്മൾ സർക്കിളിലേക്ക് ഒരു കൂട്ടിമുട്ടിക്കും കേട്ടോ. കറക്റ്റ് നമ്മൾ സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കണം. സ്ട്രൈറ്റ് ആയിട്ട് പോണേ. നമുക്ക് വേണ്ട, നമുക്ക് സ്കെയിൽ വെച്ച് വരക്കാം കേട്ടോ. അതിൽ കിട്ടുന്നില്ല, നമുക്ക് സ്കെയിൽ വെച്ച് വരക്കാം. കറക്റ്റ് ആ ലൈനുമ്പോൾ വെക്കുക. എന്നിട്ട് ആ സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കുന്ന, സർക്കിളിൽ ടച്ച് ചെയ്യുന്നവരെ കേട്ടോ. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ വീതിയെ ആ സർക്കിളിലേക്ക് മുട്ടിക്കുക. സർക്കിളിലേക്ക് നമ്മൾ ടച്ച് ചെയ്യിക്കും. അതാ അവിടെ. ഇതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഇതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ ലെങ്ത്ത് നമ്മൾ കോമ്പസിൽ അളക്കും. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ കോമ്പസിൽ അളക്കും. അളന്നില്ലേ? ഇനി നമുക്ക് ആ കോമ്പസ് ലോക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ 8ൻ്റെ ആ സൈഡിലേക്ക് അവിടെ നമ്മൾ വരയ്ക്കുകയാണ്. അവിടെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ആ 8 സെൻറ്റിമീറ്ററിന് നേരെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കുക. അപ്പോൾ നമ്മളുടെ സ്ക്വയറിൻ്റെ രണ്ടാമത്തെ സൈഡും ആയേ. സ്ക്വയറിൻ്റെ രണ്ടാമത്തെ സൈഡായിട്ടോ.
ശരിക്കും ശ്രദ്ധിക്കുക എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത്. കറക്റ്റ് ഓരോ സ്റ്റെപ്പും നമ്മളിതിൽ സ്കെയിലും കോമ്പസും ഒക്കെ വെച്ച് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ശരിക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, അതിലേക്ക് മുട്ടിച്ചു. ഇനി മറ്റ് 2 സൈഡ് വരക്കണം. അതിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് കോമ്പസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ, ആ ലെങ്ത് തന്നെയാണ്. അവിടെയും ഒരു ആർക്ക് വരച്ചു. ഇനി ഇതാ ഇവിടെ ഈ അറ്റത്തു നിന്നാണല്ലോ അടുത്ത സൈഡ് പോകേണ്ടത്. അപ്പോൾ കോമ്പസ് അവിടെ ഫിക്സ് ചെയ്തിട്ട് ആ ആർക്കിനെ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. അപ്പം നമുക്ക് നമ്മളുടെ സ്ക്വയർ കിട്ടും. അവിടെ ഒരു ലൈൻ വരച്ചു. ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മളതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ് നോക്കി പഠിക്കുക കേട്ടോ. അവിടെയും നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. അതിനുശേഷം എന്താ ഇതാണ് ഈ സ്ക്വയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ചത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആ സ്ക്വയർ ഏതാണെന്ന് അറിയാനും വേണ്ടിയിട്ട് ആ സ്ക്വയർ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൽ നിന്നും ഒരു സ്ക്വയർ വരയ്ക്കുന്ന രീതിയാണ് നമ്മൾ നോക്കിയത്. അത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റെക്റ്റാങ്കിളിൽ നിന്നും സ്ക്വയർ വരയ്ക്കുന്നത്. ശരിക്കും ഒന്ന് നോക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വരുന്നത് ABCD are the points on circle with the center O, angle OAC equal to 30 degree, BC equal to AB equal to 5 cm. O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് ABC എന്നിവ. ആംഗിൾ OAC 30 ഡിഗ്രിയാണ്. BCAB equal to 5 cm ആണ്. ഫൈൻഡ് ആംഗിൾ OCA. ആംഗിൾ OCA കാണണം. നമുക്ക് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു പോയാലോ. ഓക്കെ, OCA കാണണം. നോക്കിയാൽ ഈ ചിത്രം കാണുമ്പോൾ തന്നെ OC എന്ന് പറയുന്നതും OA എന്ന് പറയുന്നതും റേഡിയസ് അല്ലേ? ഇത് 2 റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ OCA എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് അഥവാ സമപാർശ്വ ത്രികോണം അല്ലേ? 2 സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 2 കോണും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ OCA എത്രയാ, 30. ഓക്കെ, ഇനി ഫൈൻഡ് ABC. ABC എന്ന് പറഞ്ഞാൽ അതാ ഈ ആംഗിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇവിടെ മക്കളെ 30 എത്രയായി, 60ആയി. ബാക്കി ഇനി എത്ര ഉണ്ടാവും ഇവിടെ അപ്പം ഇനി ബാക്കി 120 ഉണ്ടാവൂലേ? ഓക്കെ, ഇവിടെ 30 ഇവിടെ 30. 30 60ആയി. അപ്പം 180. OAC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണല്ലോ. OAC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണല്ലോ. ട്രയാങ്കിളുടെ 3 കോണ് കൂട്ടുമ്പോൾ 180 കിട്ടണം. 30 60ആയി, ബാക്കി 120. അപ്പം സെൻറ്ററിൽ 120 ആണെന്നുണ്ടെങ്കിൽ സർക്കിളിൽ എത്രയായിരിക്കും, അതിൻ്റെ പകുതി 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ AOC ആണ് നമ്മളോട് ചോദിച്ചത്. അതിനുശേഷം ABC ആണ് നമ്മളോട് ചോദിച്ചത്. AOC 120 ആണ്. അപ്പോൾ ABC എത്രയായിരിക്കും, 60 ആയിരിക്കും. കിട്ടിയില്ലേ? ഇനി ACയുടെ നീളം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ABC എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. മക്കളെ ശ്രദ്ധിച്ചോളാം. ABC എങ്ങനെ ABC നമുക്ക് ഐസോസിലസ് കിട്ടിയത്? ഓക്കെ, ഇവിടെ 5 തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 60 ആണ് കേട്ടോ. ഈ ആംഗിൾ 60 ആണ്. ഓക്കെ, ഇനി ABC ഐസോസിലസ് ആണ്. എന്തുകൊണ്ട്? ABയും BCയും 5 cm ആണ്. ഐസോസിലസ് ആണെങ്കിൽ മക്കളെ ഈ 2 ആംഗിളും ഈക്വൽ ആവൂലേ? അല്ലേ? കാരണം തുല്യ വശങ്ങൾക്കെതിരെയുള്ള ആംഗിളുകളും എന്താവും, ഈക്വൽ ആവും. അപ്പോൾ ഒരു കോൺ 60 ആണ്. ബാക്കി ഇനി എത്ര ഉണ്ട്, 120 ഉണ്ട്. ആ 120ന് ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ എത്ര വരും, 60 എന്ന് വരും. അപ്പം എല്ലാ കോണും നമുക്ക് എന്ത് കിട്ടും, 60 കിട്ടും. എല്ലാ കോണും 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസോസിലസ് ട്രയാങ്കിൾ എന്തായിട്ട് മാറി, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറി. കണ്ടോ, ആംഗിൾ B 60 ആണ്. അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C ആയിരിക്കും. 180 60 പോയിട്ട് അതിൻ്റെ പകുതി 120ൻ്റെ പകുതി 60. ഇപ്പോൾ കണ്ടോ, 60 കിട്ടി. അപ്പോൾ എല്ലാ കോണുകളും നമുക്ക് എന്തായിട്ട് കിട്ടി, 60 ആയിട്ട് കിട്ടി. എല്ലാ കോണുകളും 60 ആണെങ്കിൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, സമഭുജ അല്ലേ? അപ്പോൾ ACയുടെ നീളവും എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ AC കിട്ടിയ എത്രയാ, 5 cm. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. AB ആൻഡ് CD ആർ 2 പെർപെൻഡിക്കുലർ കോഡ് ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ O. ABയും CDയും 2 പെർപെൻഡിക്കുലർ കോഡുകളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ആണ് O എന്ന് പറയുന്നത്. ഇനി O കേന്ദ്രമായ വൃത്തത്തിലെ പരസ്പര ലംബങ്ങളായ ഞാണുകളാണ് ABCD എന്നിവ. ആംഗിൾ D ഈക്വൽ ടു 30 ഡിഗ്രിയാണ്.
വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് കോഡ് AMC? AMC എന്ന് പറയുന്ന കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ നോക്കിക്കോളുക മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോളാം. ഒന്നാമത്തിൻ്റെ ആൻസർ ഞാൻ പറയാനുണ്ടോ? നോക്കിയേ, എവിടെ പേനയുടെ AMC എന്ന് പറയുന്ന കോഡിൽ നിന്ന് ഞാൻ സെൻറ്ററിലോട്ട് ഒരു ലൈൻ, 2 ലൈൻ വരച്ചു കേട്ടോ, A എന്നും C എന്നും. ഈ A എന്നും C എന്നും പോകുന്ന മറ്റ് 2 ലൈന് സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ് നോക്കിയേ മക്കളെ? എത്രയാണ്? 30 അല്ലേ? അപ്പോൾ സെൻറ്ററിൽ എത്രയായിരിക്കും? അതിൻ്റെ ഇരട്ടി 60 അല്ലേ? നോക്കിയാ, ഞാനത് ഒന്ന് വരച്ചിട്ടുണ്ട് അവിടെ കേട്ടോ, നോക്കിക്കോ. ഇതാ സർക്കിളിൽ ഉണ്ടാക്കുന്നത് 30 ആണെങ്കിൽ ഇതാ A എന്നും C എന്നും പോകുന്ന ലൈൻ കേട്ടോ, ഒന്നിതും. അത് സർക്കിളിൽ 30 ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ എത്ര വരും? അതിൻ്റെ ഇരട്ടി 60 വരും. ഓക്കെ, ഇനി ഫൈൻഡ് ആംഗിൾ A എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ആംഗിൾ പെർപെൻഡിക്കുലർ കോഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 90 ആണ്, ഇവിടെ എത്രയാ? 90 ആണ്, ഇവിടെ എത്രയാ? 30 ആണ്. അപ്പോൾ ആംഗിൾ A എത്രയാ മക്കളെ? എത്രയായിരിക്കും? 60 ആയിരിക്കും. ആംഗിൾ A എത്രയായിരിക്കും? 60 ആയിരിക്കും. ബാക്കി ഇനി 60 അല്ലേ? 90 30 എത്രയായി? 120 ആയി. ബാക്കി ഇനി 60 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും വരിക? ആംഗിൾ A 60 ആണ് വരിക. ഇനി പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി സി ആർന്നൊരു ക്വസ്റ്റ്യൻ വിട്ടു നമ്മൾ. വാട്ട് ഈസ് ദ സം ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് കോഡ് AMC? ദ AMC എന്ന് പറയുന്ന ആൻഡ് BQD. AMC എന്ന് പറയുന്ന കോഡിൻ്റെ സെൻട്രൽ ആംഗിളും BQD എന്ന് പറയുന്ന കോഡിൻ്റെ സെൻട്രൽ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടുന്ന മക്കളെ? ഇത് 60 നമുക്ക് നേരത്തെ കിട്ടി ഫസ്റ്റത്തേൽ. ഓക്കെ, A എന്ന് പറയുന്ന ആംഗിൾ 60 ആണ്. A എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 60 ആണ്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. A എന്ന് പറയുന്ന ആംഗിൾ 60 ആണെങ്കിൽ നോക്കിയാൽ A ഫോം ചെയ്ത ഏതൊക്കെ ലൈനുകൾ വന്നിട്ടാ? ഡിയിൽ നിന്നും ബിയിൽ നിന്നും അല്ലേ? അപ്പോൾ ഡിയിൽ നിന്നും ബിയിൽ നിന്നും സെൻട്രലിലേക്ക് പോകുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ ആംഗിളുകളുടെ സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 60ഉം 120ഉം കൂട്ടിയാൽ എത്രയാ? 60ഉം 120ഉം കൂട്ടിയാൽ എത്ര മക്കളെ? 180 കിട്ടും. സെൻട്രൽ ആംഗിൾ ഓഫ് BQDയുടെ കേന്ദ്രകോണ് 120 ആണ് വരിക. അപ്പോൾ അത് രണ്ടും കൂടിയും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ഇനി ഇത് എക്കും ഡിക്കും ഏത് വാല്യൂ എടുത്താലും ഇത് പോസിബിൾ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആംഗിൾ D ഈക്വൽ ടു ഞാൻ എക്സ് എടുത്തു. എക്സ് എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല കേട്ടോ. എക്സ് എത്രയാണ് നമുക്ക് അറിയില്ല. എക്സ് ഇവിടെ 30 ആണ്, പക്ഷെ നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എക്സ് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ കോഡാണല്ലോ, ഇവിടെ എത്ര വരും? 90 വരും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? കാരണം ശരിക്കും ശ്രദ്ധിക്കുക, ഇവിടെ 90 വന്നു. ഇനി ഈ 2 കോണ് കൂട്ടിയാൽ 90 ആവും. അപ്പോൾ 180 ആയില്ലേ? അതിൽ ഒരു കോൺ എക്സ് ആണ്, അപ്പോൾ മറ്റേ കോൺ എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സെൻട്രൽ ആംഗിൾ ഓഫ് AMCയുടെ സർക്കിളിൽ ഫോം ചെയ്യുന്ന 30 ആയപ്പോൾ 60 ആയിരുന്നു. അപ്പോൾ എക്സ് ആവുമ്പോൾ എന്താവും? 2x ആവും. ഇനി A 90 മൈനസ് എക്സ് ആണ്, അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 2 × 90 മൈനസ് എക്സ് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 × 90 180. അപ്പം ഇത് രണ്ടും കൂടി കൂട്ടണം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടുന്നതാണ് തെളിയിക്കണമല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാതെ ഞാൻ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. 2xൻ്റെ കൂടെ 2 × 90 മൈനസ് എക്സ്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. 2 × 90 എത്രയാ? 180. 2 × മൈനസ് എക്സ് എത്രയാ? മൈനസ് 2x. അപ്പോൾ 2xും മൈനസ് 2x എന്തായി പോകും? ക്യാൻസൽ ആയി പോയി. ബാക്കി 180. പ്രൂവ് ആയില്ലേ? പ്രൂവ് ആയോ? എങ്ങനെയാ പ്രൂവ് ചെയ്ത്? ഒന്നുകൂടെ നോക്കിക്കോ. ദാ ഈ 30ൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായി? 2x ആയി. ഓക്കെ, ദാ 2x. ഇനി ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ കോഡാണ്. അപ്പോൾ 90. ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞ് ബാക്കി 90 ആണ്. അതിൽ ഒരെണ്ണം എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ 90 മൈനസ് എക്സ്. അപ്പോൾ അവിടെ 90 മൈനസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 2 × 90 മൈനസ് എക്സ്. ഇത് രണ്ടും ആഡ് ചെയ്തു. 2x പ്ലസ് 2 × 90 മൈനസ് 2 × x മൈനസ് 2x. 2xും മൈനസ് 2xും ക്യാൻസലായി. ബാക്കി 180. ഇപ്പോൾ ഏത് വാല്യൂ എടുത്താലും ഓക്കെ ആയില്ലേ? അടുത്ത്, ഇൻ ദ ഫിഗർ AB is the diameter of the circle, CD perpendicular to AB, they are intersect at P. PA equal to 4 cm, PB equal to 2 cm. ചിത്രത്തിൽ AB വൃത്തത്തിന്റെ വ്യാസമാണ്, ABക്ക് ലംബമാണ് CD. ഇവ P എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. PA equal to 4 cm, PB equal to 2 cm. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് ചോദ്യം, ആ ചോദ്യം നിങ്ങൾ കറക്റ്റ് വായിച്ചല്ലോ. അതിൽ ABയും CDയും പെർപെൻഡിക്കുലർ ആണ്. ഈ ആംഗിൾ 90 ആണ്. ഓക്കെ, ABയും CDയും പെർപെൻഡിക്കുലർ ആണ്. ഇനി PA 4 ആണ്. PA എന്ന് പറഞ്ഞാൽ ഈ മുഴുവനായിട്ട് കേട്ടോ. PA 4 ആണ്. PB 2 ആണ്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ?
ഇല്ല. പി എ 4 പി ബി 2 നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ഡി. പി ഡിയുടെ നീളമാണ് ചോദിച്ചത്. മക്കളെ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കോഡുകൾ ഡയമീറ്റർ വെച്ചിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ സിയുടെ സ്ഥാനത്ത് ഡി ആണ്. കുഴപ്പമില്ല, പി സി താഴത്തേക്ക് ഉണ്ട്. നമ്മളോട് പി ഡി ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിക്കാം, പി ഡി കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. പി സി സ്ക്വയർ ആണ്, സിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ? ഡി ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ പി യുടെ വാല്യൂ എത്രയാ? 4. പി ബി എത്രയാ? 2. ഓക്കെ, 4 × 2 8 ആണ്. അപ്പോൾ പി ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ √8 വരും. ഓക്കെ, √8നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, √8 പടം നിൽക്കട്ടെ, ചെറുതാക്കിയിട്ടില്ല. ഇവിടെ ചെറുതാക്കാത്തതിന് കാരണം ഈ നമ്പറാണ് കേട്ടോ. ബിയുടെ ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. നോക്കിക്കോ, ഈ പി ഡിയും പി സിയും ഈക്വൽ ആയിരിക്കും. മക്കളെ, പി ഡിയും പി സിയും ഈക്വൽ ആയിരിക്കും കേട്ടോ. സെൻട്രലിൽ നിന്നും കോഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും. പി സിയും പി ഡി ഈക്വൽ ആയിരിക്കും. നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പി ഡി കിട്ടി നമുക്ക് √8 ആണ്. 8ന് റൂട്ടില്ലല്ലോ. ഇല്ല, 8ന് റൂട്ടില്ല. അപ്പോൾ √8 ആയിട്ട് തന്നെ കടന്നാൽ മതി. നമ്മൾ ചെറുതാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. പി ഡിയുടെ നീളം √8. ഇനി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കണം. പെരിമീറ്റർ 6 √8 ആണ്. പെരിമീറ്റർ 6 √8. അതുകൊണ്ട് പിന്നെ ഇതിനെ നമ്മൾ ചെറുതാക്കേണ്ട ആവശ്യമില്ല. പെരിമീറ്റർ 6 √8 വരണം. ഒരു ത്രികോണത്തിന് 3 സൈഡാണല്ലോ. പെരിമീറ്റർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത്. സമഭുജ ത്രികോണമാണ് വരക്കേണ്ടത്. സമഭുജ ത്രികോണത്തിന്റെ പെരിമീറ്റർ എന്താണ്? 3a ആണ്. അപ്പോൾ 3a ആണ് 6 √8. എങ്കിൽ a എത്രയായിരിക്കും? 6 √8/3 അഥവാ 2 √8. മക്കൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് √8 ആണ്, ഇതും √8 ആണ്. അപ്പം സി ഡി മുഴുവനായിട്ട് എത്രയാ? 2 √8 ആയില്ലേ? അപ്പോൾ ഈ സി ഡി ഒരു വശമായിട്ട് നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാൽ പോരെ? അപ്പോൾ ഈ ചിത്രമാണ് ഇനി നമുക്ക് വരക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പി എ 4 സെൻറ്റിമീറ്റർ, പി ബി 2 സെൻറ്റിമീറ്റർ. ആ രീതിയിൽ കട്ട് ചെയ്താണ്ട് നമ്മൾ ഇനി ചിത്രം വരക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളാം. 4ഉം 2ഉം വെച്ചാണ്ട് നമ്മൾ ചിത്രം വരക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ആ 4ഉം 2ഉം, 4 വരെ 1ഉം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2ഉം മൊത്തം 6 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, 4ൻ്റെ അവിടെ നിന്നും 6ൻ്റെ അവിടെ നിന്നും മൊത്തം 6 സെൻറ്റിമീറ്റർ വരും. 6ൻ്റെ സെൻറ്റർ 3 ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? 4ൻ്റെ അവിടെയും ഒരു പോയിന്റ് ഇട്ട് വെക്കണം കേട്ടോ. ഇതാ 3ൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ കറക്റ്റ് കോമ്പസ് എടുക്കുകയാണ്. സർക്കിൾ വരക്കണമല്ലോ. സർക്കിൾ ആ ചിത്രമല്ലേ നമ്മൾ വരക്കണേ? സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ഉം 2ഉം ആയിട്ടല്ലേ കട്ട് ചെയ്തിരുന്നത്? 4ഉം 2ഉം ആയിട്ടല്ലേ കട്ട് ചെയ്തിരുന്നത്? ആ 4ൻ്റെ അവിടെ മാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. 4ൻ്റെ അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, 4ൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരക്കും. ഓക്കെ, 4ൻ്റെ അവിടെ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരക്കാൻ പോകണമെങ്കിൽ നോക്കിക്കോ. പെർപെൻഡിക്കുലർ വരക്കാൻ ഞാൻ പൊട്രാക്ടർ എടുത്തിട്ട് ആ പൊട്രാക്ടറിൻ്റെ ആ 90 ഡിഗ്രി കറക്റ്റ് ലൈനുമ്പോൾ കൊടുന്ന് വെക്കുക. കേട്ടോ, 90 ഡിഗ്രിയുടെ ലൈന് കറക്റ്റ് ലൈനുമ്പോൾ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി വരക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 90 ഡിഗ്രി സാധാ മെഷർ ചെയ്യുന്ന പോലെ മെഷർ ചെയ്താണ്ട് എഴുതിയാലും വേണ്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആ പോയിന്റിൽ കിട്ടണില്ല അല്ലേ? ഓക്കെ, കറക്റ്റ്. ഞാൻ ഇവിടെ താഴത്തേക്ക് വെച്ച് നിങ്ങൾ വെക്കരുത് കേട്ടോ. നിങ്ങൾ കറക്റ്റ് പൊട്രാക്ടർ ആ ലൈനുമ്പോൾ വെക്കണേ. ഞാൻ കറക്റ്റ് ആ ലൈനിലോട്ട് കിട്ടായിട്ടാണ്. ഇനി അവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ പൊട്രാക്ടർ സ്കെയിൽ വെച്ചാണ്ട് വരച്ചാലും മതി. നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെക്കുക. ഇനി സ്കെയിൽ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ 1 സെൻറ്റിമീറ്ററിൻ്റെ ആ ലൈന് കറക്റ്റ് ഈ ലൈനുമ്പോൾ നിൽക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ പൊട്രാക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, കണ്ടോ, ആ എയിൻ്റെ ലൈന് കറക്റ്റ് അത് നമ്മൾ വരുന്ന രീതിയിൽ വെച്ചാൽ മതി. കണ്ടോ, ഞാനിപ്പോൾ എയിൻ്റെ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഏത് ലൈൻ വേണമെന്നുണ്ടെങ്കിലും വെക്കാട്ടോ. എന്നിട്ട് അവിടുന്ന് ഒരു ലൈൻ വരച്ചു. നോക്കിയാൽ മക്കളെ, ഇപ്പം ഇത് അതുപോലെ ആയില്ലേ? നോക്കിയാൽ ഇവിടെ 4, ഇവിടെ 2. അപ്പോൾ 4ഉം 2ഉം 8. ഈ ലെങ്ത്ത് √8 വരും. അപ്പോൾ ഇവിടെയും √8 വരും. √8ഉം എത്രയായി? 2 √8 ആയി. ഇനി ഈ 2 √8ൻ്റെ നീളം കോമ്പസിൽ എടുക്കുക. അതാണല്ലോ നമ്മളുടെ ഒരു സൈഡ്, അതല്ലേ ഒരു സൈഡ്. അപ്പോൾ 2 √8ൻ്റെ നീളം നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ 2 ഭാഗത്തുനിന്നും ഓരോ ചാപങ്ങൾ വരക്കുന്നു. അവിടെയും വരച്ചു. ഇനി നേരെ മുകളിലേക്ക് നമ്മൾ ഈ കോമ്പസിനെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ ഈ ചാപം വരക്കാൻ പോവുകയാണ്. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിലോട്ട് നമ്മൾ 2 ലൈനുകൾ ഇനി വരക്കും. ഓക്കെ, അപ്പം നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി. സിമ്പിൾ അല്ലേ?
സിമ്പിൾ അല്ലേ? ഏകദേശം ഇപ്പോൾ മൂന്നാമത്തെ ചിത്രമാണ് ഈ 2019 തന്നെ നമ്മളോട് വരക്കാൻ ചോദിക്കുന്നത് കേട്ടോ. 3 ചോദ്യമായി. 2019 തന്നെ നമുക്ക് വരക്കാൻ എത്ര ചോദ്യമായി? 3 ചോദ്യമായി. അപ്പോൾ വരക്കാനുള്ളത് നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നോക്കിക്കോളൂ കേട്ടോ. കാരണം ഈ റൂട്ട് 8ൻ്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തത് കേട്ടോ. ഈ കൺസെപ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് 2 സൈഡുകൾക്കും ആ ലെങ്ത് തന്നെയാണ് വരിക എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആ സാധനം നമുക്ക് എന്ത് ചെയ്യാത്തത്, ടെക്സ്റ്റിൽ വല്ലാതെ തരാത്തത്. ഓക്കെ, ടെക്സ്റ്റിൽ നമുക്ക് ആ ട്രയാങ്കിൾ വരക്കാനും റെക്ടാങ്കിളിന് സ്ക്വയർ വരക്കാനും സ്ക്വയർ എന്ന് റെക്ടാങ്കിൾ വരക്കാനാണ് വരുന്നത്. ഇത് നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരച്ചത്. അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക. നമ്മളോട് 6√8 പെരിമീറ്റർ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൈഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് 3a ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3a ആണ്. 3a = 6√8 വരണം. അപ്പോൾ നമ്മൾ 3നെ അപ്പുറത്ത് കൊടുന്നപ്പോൾ 6/3 2√8 കിട്ടി. ഒരു സൈഡ് 2√8 ആണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ √8 ആണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് സബ് ഡിവിഷനിൽ കിട്ടി. അപ്പോൾ താഴെയും √8 ആണ്. അപ്പോൾ √8ഉം എത്രയായി? 2√8 ആയി. അപ്പോൾ ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. ബാക്കി പിന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലേ? ഓക്കെ, ഇനി അടുത്ത്, ഇൻ ദ ഫിഗർ O is the center of the circle, A, B, C and D are the points on the circle. Find the measures of angle given below. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രവും A, B, C, D വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. താഴെ കൊടുത്തിരിക്കുന്ന കോണുകൾ കണക്കാക്കണം. 5 മാർക്കിന് 2019 ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് 2019. ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ചിത്രം. ഓക്കെ, ഫസ്റ്റ് ACB കാണണം. ഫസ്റ്റ് ആരെ കാണണം? ACB. നോക്കിയ മക്കളെ, ACB എവിടെതാ? ഈ ആംഗിൾ കാണണം. ഓക്കെ, നോക്കിയ ആംഗിൾ എത്ര വരിക നോക്കിക്കോട്ടോ. ACB കാണാൻ എന്നും ബിന്നും അല്ലേ പോണ്. അപ്പോൾ എന്നും ബിന്നും പോകുന്ന മറ്റേ ആംഗിൾ എത്രയാ? 40. അപ്പോൾ ഇവിടെ എത്രയാ? 40. നോക്കിയാ, എന്നും ബിന്നും പോകുന്ന മറ്റേ 2 ലൈനുകൾ ഒന്നതും അല്ലേ? അത് 40 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 40 ആയിരിക്കും. അത് 40 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ആംഗിൾ ഏതാ ചോദിച്ചിട്ടുള്ളത്? അടുത്ത ആംഗിൾ നമ്മളോട് ഏതാ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, അടുത്ത ആംഗിൾ ഏതാ? CBD. അപ്പോൾ CBD നോക്കിയോക്കെ, എവിടെ CBD വരുന്നത്? CBD ഇതാ ഈ ആംഗിൾ ആണ് വരുന്നത്. ഓക്കെ, CBD, C ന്നും D ന്നും പോയിട്ടുള്ള മറ്റേ ആംഗിൾ എത്രയാ? 45 ആണ്. അപ്പോൾ ഇതും എന്തായിരിക്കും? 45. ഓക്കെ, അപ്പോൾ ACB 40 കിട്ടി, CBD 45 കിട്ടി. ഇനി അടുത്ത ഏതാ? BCD. ഇത് മുഴുവനായിട്ട് കേട്ടോ. BCD ഇത് മുഴുവനായിട്ട്. അതിന് നമുക്ക് ഈ ആംഗിൾ കിട്ടണം. ഓക്കെ, ഈ ആംഗിൾ എവിടെ നിന്നൊക്കെയാണ് പോണ്? D ന്നും A ന്നും അല്ലേ പോണ്. D ന്നും A ന്നും പോയിട്ടുള്ള മറ്റേ ആംഗിൾ എത്രയാ? 60. അപ്പോൾ ഇവിടെ എത്രയാ? 60. അപ്പോൾ 60 40 എത്രയായി? 100 ആയി. ഓക്കെ, ACB 40 ആണ്. DCA 60 ആണ്. DCA എങ്ങനെ 60 കിട്ടിയ മനസ്സിലായല്ലോ? DCA എങ്ങനെ 60 കിട്ടിയ മനസ്സിലായല്ലോ? D ന്നും A ന്നും പോകുന്ന ഒരു ആംഗിൾ 60 ആണ്. അപ്പോൾ ഇവിടെ 60. 60 40 എത്രയായി? 100 ആയി. ഓക്കെ, 60 40 100 രണ്ടും ഒരേപോലെ അവിടെ വന്നിരിക്കണം കേട്ടോ. ഒന്ന് മതിയേ. ഇനി അടുത്തത് BAC. അടുത്ത ആരാ? BAC. എവിടെ BAC? BAC ഈ ആംഗിൾ. BAC കാണണം. BAC കാണാൻ BAC കാണാൻ B ന്നും C ന്നും പോകുന്ന മറ്റേ ആംഗിൾ ഇത് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. നോക്കിയാൽ ഈ സിയും എയും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. കാരണം എന്താ? ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ 60ഉം 40ഉം 100 ആയി. 100ഉം 45ഉം 145 ആയി. ഇനി 10ന്ന് 5 പോയാൽ 5, 7ന്ന് 4 പോയാൽ 3, അപ്പോൾ 35 എന്ന് കിട്ടും. കണ്ടോ? ഓക്കെ, BAC എങ്ങനെയാണ് കണ്ടത്? ഈ ആംഗിൾ സിയും ആംഗിൾ എയും കൂടിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഈ ആംഗിൾ 100 ആണ്, ഇവിടെ ഒരു 45. അപ്പോൾ 100ഉം 45ഉം 145, ബാക്കി 35. അപ്പോൾ BAC കിട്ടിയ എത്രയാണ്? 35. അടുത്തത് നമുക്ക് കാണേണ്ടത് DPC ആണ്. DPC എവിടെ? DPC എവിടെ? പേനയുടെ DPC എന്ന് പറഞ്ഞത് ഈ ആംഗിൾ. DPC ഇതാണ് കേട്ടോ. ഇത് 60. ഇത് എത്രയാ? 60. ഓക്കെ, ഇനി നമുക്ക് ഈ 8 ഒക്കെ ഒന്ന് മായ്ച്ച് കളയാം. ഓക്കെ, DPC എങ്ങനെ നോക്കിക്കോ? ഇവിടെ മക്കളെ നോക്കിക്കോ. 35ഉം 60. 35 നമുക്ക് ഇവിടെ കിട്ടിയതാ. ഇവിടെ 35 ഇതാ. ഇവിടെ എങ്ങനെ 35 കിട്ടിയെന്ന് അറിയോ? ഈ ആംഗിൾ നമുക്ക് 35 അല്ലേ കിട്ടിയതാ? BAC എത്രയാ?
35 ബി എന്നും സി എന്നും പോകണല്ലേ. ബി എന്നും സി എന്നും പോകുന്ന 35 ആണെന്നുണ്ടെങ്കിൽ ബി എന്നും സി എന്നും പോകുന്ന മറ്റേ ആംഗിൾ എത്രയാണ്? 35. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയതാണ് 60 അല്ലേ. ഇവിടെ ഡി എന്നും എ എന്നും പോകുന്ന 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 60. അപ്പോൾ നോക്കിയാൽ ഇതൊരു ട്രയാംഗിൾ അല്ലേ. ഡി പി സി എന്ന് പറയുന്നൊരു ട്രയാംഗിൾ അല്ലേ. അതിൽ 3 കോണ് കൂട്ടിയാൽ 180 ആണ്. അതിൽ ഒരു കോണ് 2 കോണും 35ഉം 60ഉം. അപ്പോൾ 35ഉം 60ഉം കൂട്ടിയാൽ 95. 180 95 പോയാൽ ബാക്കി 85 ഉണ്ടാവും. ഇപ്പം എല്ലാ ആംഗിളും ആയില്ലേ. ഓക്കെ, അടുത്തൊരു ചോദ്യം. In the figure, the chord AB and CD are extended to outside of the circle and joined at P. ചിത്രത്തിലെ വൃത്തത്തിലെ എ ബി സി ഡി എന്നീ ഞാണുകൾ വൃത്തത്തിന് പുറത്തേക്ക് നീട്ടിയപ്പോൾ പിയിൽ കൂട്ടിമുട്ടി. റൈറ്റ് വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾ ഫ്രം ദ ഫിഗർ. ചിത്രത്തിൽ നിന്നും ഒരു ജോഡി തുല്യ കോണുകൾ എഴുതുക. ഓക്കെ, ഇതിൽ നിന്നൊരു തുല്യ കോണുകൾ എഴുതാനാണ് പറയുന്നത്. മക്കൾ എവിടെ ശ്രദ്ധിച്ചോ നോക്കിയാൽ എയിൽ നിന്നും സിയിൽ നിന്നും പോകുന്ന 2 കോണുകളാണ്, ഒന്ന് ബിയും ഒന്ന് ഡിയും അല്ലെ. നോക്കിയാൽ എയിൽ നിന്നും സിയിൽ നിന്നും പോകുന്നു സർക്കിളിലോട്ട്, എയിൽ നിന്നും സിയിലോട്ട് നിന്നും പോകുന്നു സർക്കിളിലോട്ട്. അപ്പോൾ ഈ 2 ആംഗിളുകൾ ഈക്വൽ അല്ലേ. ഒരേ പോയിന്റ് എന്ന സർക്കിളിൽ ഏത് മൂലയിലേക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ഡിക്ക്. കാരണം രണ്ടും എവിടുന്നാ പോണ്? എ എന്നും സി എന്നും. എവിടുന്നാ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിയും തെളിയിക്കണം. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി, രണ്ടും കോമൺ ആണ്. ഓക്കെ, ഇനി കോമൺ ആംഗിൾ ആണ്, പൊതുവായ കോണാണ്. പി എ ഡി പി എ ഡി ഈ ആംഗിൾ പി എ ഡി ഈക്വൽ ടു പി സി ബി. ആംഗിൾ ബി ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കിട്ടിയില്ലേ. അപ്പോൾ എ നോക്കിയ ത്രികോണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? എ പി സി എന്ന് പറയും, എ പി ഡി എന്ന് പറയുന്ന ട്രയാംഗിളും പി സി ബി എന്ന് പറയുന്ന ട്രയാംഗിളും നോക്കുമ്പോൾ ഏതൊക്കെയാ? എ പി ഡി അല്ലെങ്കിൽ പി എ ഡി എന്ന് പറയുന്നതും പി സി ബി എന്ന് പറയുന്ന 2 ട്രയാംഗിൾ ഏതൊക്കെയാ? പി എ ഡി പി സി ബി. അതിൽ ഈ 2 ആംഗിൾ ഈക്വൽ ആണ്. ഇത് കോമൺ ആംഗിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾ എന്താവും? ഈക്വൽ ആവും. ഓക്കെ, അപ്പോൾ എ പി ഡി സിമിലർ ടു സി പി ബി. ആംഗിളുകൾ ഏതൊക്കെ മനസ്സിലായി നോക്കിയാൽ ട്രയാംഗിൾ പി എ ഡിയും പി സി ബിയും. അതിൽ ബി എന്ന് പറയുന്ന ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണെന്ന് കിട്ടി. പി കോമൺ ആണ്. അപ്പോൾ മറ്റേ 2 ആംഗിൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ഈക്വൽ ആവും. ഇനി തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ഞാനൊന്ന് എഴുതാൻ പോവാണ് കേട്ടോ. തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ഞാനൊന്ന് എഴുതാൻ പോവുകയാണ്. പി സി എവിടെ നമുക്ക് പി സി ഇട്ട് നോക്കിയാൽ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ 3 വര വരച്ച ആംഗിൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡാണ് പി സി. ഓക്കെ, അപ്പോൾ 3 വര വരച്ച ആംഗിളിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? പി എ. ഓക്കെ, ഇനി ആദ്യം ഞാൻ ഈ പി സി ബി എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ് എടുത്തത്. അതിൽ സി എന്ന് പറയുന്ന ലൈനിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ആര്? പി എ. ഓക്കെ, എവിടെ പി ബി. ഈ 2 വര വരച്ചതിന് ഓപ്പോസിറ്റ് ഈ സൈഡ് അല്ലേ, അതാണ് പി ബി. അപ്പോൾ ഇവിടെ ഈ 2 വര വരച്ചതിന് ഓപ്പോസിറ്റ് ആരാ? പി ഡി. കോമൺ ആംഗിൾ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, കോമൺ ആംഗിൾ നമ്മൾ എടുത്തിട്ടില്ല. ഒന്നും കൂടി ഞാൻ ഈ വരകളൊക്കെ ഒന്ന് മായ്ച്ചട്ടെ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഒന്ന് പി സിയും ഒന്ന് പി എയും, അതാണ് പി സി ബൈ പി എ. ഇനി അടുത്തത് ഈക്വൽ ആയിട്ട് വന്ന ആംഗിളുകൾ ഏതൊക്കെയാ? ഒന്ന് ഈ ആംഗിളും പിന്നൊന്ന് ഈ ആംഗിളും അല്ലേ. അപ്പോൾ അതിന് ആദ്യം ഞാൻ ഈ ട്രയാംഗിളെല്ലാം എടുത്ത്, അപ്പോൾ ആ ട്രയാംഗിളിനെ എടുക്കുക. അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇത് പി ബി, ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് പി ഡി. പി ബി ബൈ പി ഡി. ഇനി ഒന്ന് ക്രോസ് ചെയ്യാം നമുക്ക്, ക്രോസ് ചെയ്യാം. പി സി പി ഡി ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കാനാവും, പി ബി ഇങ്ങോട്ട് വരുമ്പോൾ പി എ അങ്ങോട്ട് വരുമ്പോൾ അതും ഗുണിക്കാനാവും. പി സി ഇൻറ്റു പി ഡി ഈക്വൽ ടു പി ബി ഇൻറ്റു പി എ. ഇതല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്? കിട്ടിയോ? ഓക്കെ, ഇവിടെ നമ്മൾ സിമിലർ ട്രയാംഗിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒന്നുകൂടി 2-3 പ്രാവശ്യം ഇതൊന്ന് കാണുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2019 ഓണപ്പരീക്ഷയ്ക്ക് നമ്മളുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ, നമുക്ക് 4 ചാപ്റ്ററാണ് ഓണപ്പരീക്ഷയ്ക്ക്. നമുക്ക് 2019, 2023, 2022 ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് കീപ് ഗോയിങ് വെൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.